നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി വന്ദേമാതരം മുഴുവനായി ആലപിച്ചതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേമാതരം എന്ന ഗാനം അതിന്റെ പ്രസിദ്ധീകരണ ഘട്ടം മുതലേ വിമർശനങ്ങൾ നേരിടുന്ന ഒന്നാണ്. ഗാനത്തിലെ ആദ്യ 2 ചരണങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഹിന്ദു ദൈവങ്ങളെ പ്രകീർത്തിക്കുന്നതാണെന്നും ഇതൊരു മതേതര സമൂഹം പല ആളുകളുടെ ഒരു വലിയ വിഷയം എന്തുകൊണ്ടാണ് ഈ ഒരു വന്ദേമാതരം ചൊല്ലാൻ പാടില്ല എന്നൊക്കെ ഇവിടെയുള്ള മതേതര വിശ്വാസികൾ പറയുന്നതാണ്. ആദ്യത്തെ 2 സ്റ്റാൻസ് ഒഴിച്ച് ബാക്കി മുഴുവൻ ഹിന്ദു ദൈവങ്ങളെ പുകഴ്ത്തുന്നതാണ്. ഹിന്ദു ദൈവങ്ങളെ പുകഴ്ത്തുന്നതായതുകൊണ്ട് തന്നെ ഇതൊരു മതേതര സ്വഭാവമുള്ള ഇതൊരു ജനാധിപത്യ ഇന്ത്യ ആയതുകൊണ്ട് ഇത്തരം സംഗതികളൊന്നും നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. അതാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഒരു രീതി എന്ന് പറയുന്നത്. എന്തായാലും VD സതീശൻ അധികാരത്തിലേറുന്ന സമയത്ത് ആ ഒരു ഗീതം പരിപൂർണമായിട്ട് ആലപിച്ചു. ഹിന്ദു ദൈവങ്ങളൊക്കെ പരിപൂർണമായിട്ട് പുകഴ്ത്തി തന്നെയാണ് ആ ഒരു സംഗതി ആലപിച്ചത് മനസ്സിലാക്കുക. എന്തായാലും VD സതീശന് കിട്ടിയെന്ന് അതിൻ്റെ ഒരു ഗുണം ബഹുമാനപ്പെട്ട VD സതീശന് കിട്ടിയെന്ന് എന്നോട് പറയാൻ ഇന്നൊരു പ്രശംസ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ഈ പ്രശംസ കണ്ടു എന്നറിയില്ല. കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഈ പ്രശംസ കാണണം. UDFനെ പ്രശംസിച്ച് RSS മാസിക ഓർഗനൈസ്ഡ് സത്യപ്രതിജ്ഞ വേദിയിൽ വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ വരികളും ചൊല്ലിയതിനാണ് ഈ ഒരു പ്രശംസ കിട്ടിയിട്ടുള്ളത്. പണ്ടെങ്ങാണ്ട് ഏതൊരു BJPയുടെ പരിപാടിയിൽ പോയിട്ട് ഗുരുജിയുടെയോ ഗോൾവാർക്കറിൻ്റെയോ മുൻപിൽ ഒരു ദീപം കത്തിച്ച പരിചയം ഇദ്ദേഹത്തിനുണ്ട് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. ഞാനത് വിശ്വസിച്ചിട്ടില്ല. നിങ്ങളോ?